ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ വർഷ ആയി എന്ന് പറഞ്ഞ കവിത പഠിക്കാം. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് ബാലകൃഷ്ണ ഗർഗാണ്. ഓക്കെ, വർഷ ആയി. വർഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? മഴയ്ക്കാണ് വർഷ എന്ന് പറയുക. ഓക്കെ, വർഷ ആയി, മഴ വന്നു. ഇവിടെ മഴ വരുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളും ഓരോരോ മാറ്റങ്ങളൊക്കെയാണ് കവിതയിലൂടെ ബാലകൃഷ്ണ ഗർഗ് നമുക്ക് കാട്ടിത്തരുന്നത്. ഓക്കെ, നമുക്ക് ഈ കവിത വായിച്ചു നോക്കാം. ഓക്കെ. रिमझिम रिमझिम वर्षा आई, धरती की सब प्यास बुझाई, श्याम घटाएं घुमड़ रही है, नदी नालियाँ उमड़ रही है, भरे हुए हैं लाल तलैयाँ, बूंदें करती ताता थैया, मेढक ठर ठर ताल लगाते, झींगुर झन झन झांझ बजाते, पपीहा पी पी गीत सुनाता, मोर मगन हो नाच दिखाता, यह संगीत बड़ा सुखदाई, रिमझिम रिमझिम वर्षा आई. ഓക്കെ, വർഷ ആയി എന്ന് പറഞ്ഞാൽ മഴ വന്നു എന്നാണ്. കേട്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഞാൻ ഓരോ വരികളുടെയും, അതായത് ഓരോ വേർഡ്സിൻ്റെയും അർത്ഥം ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പം അതും കൂടെ നോക്കിയിട്ട് വായിക്കാം. ഓക്കെ. റിംജിം റിംജിം വർഷ ആയി. റിംജിം റിംജിം എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയാണ്. വർഷ എന്ന് പറഞ്ഞാൽ മഴയാണ്. ആയി എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. ഓക്കെ, റിംജിം റിംജിം വർഷ ആയി. എന്താ പറയുന്നേ? ചാറ്റൽ മഴ വന്നു അല്ലേ? വലിയ മഴയൊന്നുമല്ല, ചാറ്റൽ, നേരിയ മഴ. ഓക്കെ, ചാറ്റൽ മഴ വന്നു. ധർത്തി കി സബ് പ്യാസ് ബുझാത്തി. ധർത്തി, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി. സബ് എന്ന് പറഞ്ഞാൽ മുഴുവൻ. പ്യാസ് ബുझാത്തി, നോക്കിയേ, ദാഹം ശമിപ്പിച്ചു. ഓക്കെ, എന്താ പറയുന്നേ? ധർത്തി കി സബ് പ്യാസ് ബുझായി. ധർത്തിക്ക്, ഭൂമിയിലെ എല്ലാവരുടെയും പ്യാസ്, പ്യാസ് എന്താ? ദാഹം അല്ലേ? ദാഹം ശമിപ്പിച്ചു. ശ്യാമ ഘട്ടായേം ഘുമട് രഹി ഹേ. ശ്യാമ ഘട്ടായേം, ശ്യാം എന്ന് പറഞ്ഞാൽ, ശ്യാമ ഘട്ടായ എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ. ശ്യാം എന്ന് പറഞ്ഞാൽ കറുത്ത. ഓക്കെ, കറുത്ത മേഘങ്ങൾ, അതായത് കാർമേഘങ്ങൾ. ഘുമട് രഹീഹേ, ഘുമട് രഹീഹേ എന്ന് വെച്ചാൽ ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, കാർമേഘങ്ങൾ ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. നദീ നാലിയാം ഉമട് രഹീഹേ. നദീ നാലിയാം, നാലിയാം എന്ന് പറഞ്ഞാൽ തോടുകളാണ്. ഓക്കെ, നദീ നാലിയാം ഉമട് രഹീഹേ. ഉമട് രഹന എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതിനെയാണ് പറയുക. ഓക്കെ, അപ്പം നദികളും തോടുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു, അതായത് നിറയെ വെള്ളമുണ്ട് തോടുകളിലും നദികളിലും ഒക്കെ. ഓക്കെ, ഭരേ ഹുയേ ഹേ താൽ തലയ്യാം. ഭരേ ഹുയേ ഹേ, നിറഞ്ഞു നിൽക്കുന്നു. താൽ തലയ്യാം, താൽ തലയ്യാന്ന് വെച്ചാൽ കുളങ്ങളാണ്. ഓക്കെ, അതായത് കുളങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ബൂന്തേം കർത്തി താത്ത തയ്യ. ബൂന്തേം, തുള്ളികൾ. തുള്ളികൾ എന്താ ചെയ്യുന്നത്? താത്ത തയ്യ കർത്തി ഹേ. അതിൻ്റെ സൗണ്ടാണ് കേട്ടോ, താത്ത തയ്യ എന്ന് പറഞ്ഞ് മഴത്തുള്ളികളും വീഴുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? റിംജിം റിംജിം ചാറ്റൽ മഴ. വർഷ എന്ന് പറഞ്ഞാൽ മഴ. ധർത്തി, ഭൂമി. സബ്, മുഴുവൻ. പ്യാസ് ബുझാത്തി, പ്യാസ് ബുझായി എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിച്ചു. ശ്യാമ ഘട്ടായേം, കാർമേഘങ്ങൾ. ഘുമട് രഹീഹേ, ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നദി മീൻസ് നദി. നാലിയാം, തോടുകൾ. ഭരേ ഹുയേ ഹേ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നു. ബൂന്ദ എന്ന് പറഞ്ഞാൽ എന്താ? തുള്ളികൾ. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ? റിംജിം റിംജിം വർഷ ആയി, ധർത്തി കി സബ് പ്യാസ് ബുझായി, ശ്യാമ ഘട്ടായേം ഘുമട് രഹി ഹേ, നദി നാലിയാം ഉമട് രഹി ഹേ, ഭരേ ഹുയേ ഹേ താൽ തലയ്യാം, ബൂന്തേം കർത്തി താത്ത തയ്യ. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കിയേ. मेंढक टर टर ताल लगाते,
झींगुर छन छन छांझ बजाते, पपीहा पी पी गीत सुनाता, मोर मगन हो नाच दिखाता, यह संगीत बड़ा സുഖദായി, റിം ജിം വർഷായി. മേൻഠക്ക് എന്താ കുട്ടികളെ? മേൻഠക്ക് തവളയാട്ടോ. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ തവള. ഓക്കെ. ഝീഗുർ എന്ന് പറഞ്ഞാൽ ചീവീടാണ്. ഓക്കെ. എന്താ പറയുന്നത്? മേൻഠക് ഠർ ഠർ താൽ ലഗാത്തെ. മേൻഠക് അതായത് തവള ഠർ ഠർ എന്ന് പറഞ്ഞിട്ട് താളം പിടിക്കുന്നുണ്ട്. ഓക്കെ. ഛീങ്കൂർ ഛൻ ഛൻ ഛാഞ്ച് ബജാത്തെ. ഛീങ്കൂർ എന്ന് വെച്ചാൽ ചീവീടാണ്. ഓക്കെ. ചീവീടിൻ്റെ സൗണ്ടാണ് ഛൻ ഛൻ. ഛാഞ്ച് ബജാന വെച്ചാൽ കൈത്താളം മുഴക്കുക. ഓക്കെ. ഛീങ്കൂർ ഛൻ ഛൻ എന്ന് പറഞ്ഞ സൗണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ കൈത്താളം മുഴക്കുന്നുണ്ട്. പപ്പീഹ പി പി ഗീത് സുനാത്ത. പപ്പീഹ എന്നാൽ വേഴാമ്പലാണ്. വേഴാമ്പൽ പി പി എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്നുണ്ട്. മോർ മകൻ ഹോ നാച്ച് ദിഖാത്ത. മോർ മയില് ഡാൻസിൽ, നാച്ച് എന്ന് പറഞ്ഞാൽ ഡാൻസാണ്. ഓക്കെ. നൃത്തം കാണിക്കുന്നുണ്ട്. നൃത്തത്തിൽ മുഴുകിയിരിക്കുകയാണ് മയിലും. ഓക്കെ. യ സംഗീത് ബഡാ സുഖദായി. യ സംഗീത്, ഈ സംഗീതം. ബഡാ സുഖദായി എന്ന് വെച്ചാൽ വളരെ സന്തോഷം തരുന്നതാണ്. ഓക്കെ. അപ്പം അതിൻ്റെ ഈ സംഗീതം സന്തോഷം തരുന്നു. റിം ജിം വർഷ ആയി. റിം ജിം എന്ന് പറഞ്ഞിട്ട് അതായത് ചാറ്റൽ മഴ വന്നു. ഓക്കെ. മനസ്സിലായിട്ടുണ്ടല്ലോ. മേൻഠക് എന്ന് പറഞ്ഞാൽ തവളയാണ്. ചീങ്കൂർ എന്ന് പറഞ്ഞാൽ ചീവീടാണ്. പപ്പീഹ വേഴാമ്പൽ. മോർ മയിൽ. ഓക്കെ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. ഉചിത സന്ദേശ് ചോടെ പോസ്റ്റർ കി പൂർത്തി കരേ. ഉചിതമായ സന്ദേശം നൽകിക്കൊണ്ട് പോസ്റ്റർ പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ചിത്രത്തിൽ മരം കാണിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ. എന്താണ് നമുക്കിവിടെ വരുമെന്ന് നോക്കാലോ. പേട് ലഗായേ ഹരിയാലി ഫൈലായി, പാനി അമൂല്യ ഹേ, ജൽ ജീവൻ കാ ആധാർ ഹേ. പേട് ലഗായേ മരം നട്ടുപിടിപ്പിക്കൂ, ഹരിയാലി ഫൈലായേ പച്ചപ്പ് പരത്തു. പാനി അമൂല്യ ഹേ ജലം അമൂല്യമാണ്. ജൽ ജീവൻ കാ ആധാർ ഹേ ജലം ജീവിതത്തിൻ്റെ ആധാരമാണ്. ഓക്കെ. അടിസ്ഥാനമാണ്. ഇവിടെ എന്താ വരിക? മരമാണല്ലോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ വരിക? പേട് ലഗായേ ഹരിയാലി ഫൈലായി. ഓക്കെ. അതിവിടെ എഴുതുക. അടുത്ത പേജിൽ സഹി മിലാൻ കരേ ഔർ ലിഖേ. മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരികളാണിവ. ഓക്കെ. മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അവർ നൽകിയിട്ടുണ്ട് റിം ജിം വർഷ ആയി. അടുത്ത നോക്കിയേ, ധർത്തി കി ഭൂമിയുടെ എന്താണ് ചെയ്തത്? പ്യാസ് ബുജായി. ഓക്കെ. ശ്യാം ഘടായേ ഘുമട് രഹി ഹേ. ഓക്കെ. നദീ നാലിയാം ഉമട് രഹി ഹേ, താൽ തലയ്യാം ഭരേ ഹുയേ ഹേ. ഓക്കെ. അതുപോലെ മൻപസന്ത് പങ്ക്തിയാം, നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണോ അത് ഈ ബോക്സിനുള്ളിൽ എഴുതാനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ആവാസ് പെഹചാനെ ഓർ ലിഖേ. ബോക്സിനുള്ളിൽ 3 തരത്തിലുള്ള സൗണ്ട് നൽകിയിട്ടുണ്ട്. അതാരുടെയൊക്കെയാണോ അത് ആ ബോക്സിന് നേരെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് മഴത്തുള്ളിയാണല്ലേ. റിം ജിം. ഓക്കെ. റിം ജിം വർഷ. അടുത്തത് നോക്കിയേ, ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് ചീവീടിൻ്റെ നേരെ ബോക്സ് വരച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താ വരിക? ചീവീടിൻ്റെ സൗണ്ട് എന്താ പറഞ്ഞേ? ഛൻ. ഓക്കെ. പിന്നെ തവളയെ കാണിച്ചിട്ടുണ്ട്. തവളയുടെ സൗണ്ടാണ് ഠർ. ക്ലിയർ ആണല്ലോ. കവിതാസെ തുക്കാന്ത് ശബ്ദവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് തുക്കാന്ത് ശബ്ദവാലി എന്ന് വെച്ചാൽ അവസാന വരി ഒരുപോലെ വരുന്ന ശബ്ദങ്ങളുണ്ട്. അതിനാണ് തുക്കാന്ത് ശബ്ദം എന്ന് പറയുന്നത്. നോക്കി ഇവിടെ തന്നിരിക്കുന്ന റിം ജിം വർഷ ആയി, ധർത്തി കി സബ് പ്യാസ് ബുജായി. നോക്കിയേ, ആയി ബുജായി ഏകദേശം ഒരുപോലെ ഉണ്ടല്ലേ കേൾക്കാൻ. ആയി ബുജായി അതുപോലെ പറഞ്ഞിട്ടുള്ള വേർഡ്സ്, അതുപോലെ പറഞ്ഞിട്ടുള്ള ഇത് നിങ്ങളുടെ കവിതയിൽ കൊടുത്തിട്ടുണ്ട്.
അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, मेंढक ठर ठर ताल लगाते, झींगुर चन चन छांझ बजाते. ഓക്കെ, ലഗാത്തെ ബജാത്തെ വന്നല്ലോ, തേത്തെ അല്ലേ. അടുത്ത് നോക്കിയേ, പപ്പീഹ പി പി ഗീത് സുനാത്ത, മോർ മകൻ ഹോ നാച്ച് ദിഖാത്ത. സുനാത്ത, ദിഖാത്ത. ഓക്കെ, അങ്ങനെയുള്ള സൗണ്ടുകളാണ് തുക്കാന്ത് ശബ്ദ്. ഓക്കെ, അപ്പോൾ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിയേ, ചിത്ര ദേക്കേ വാക്യ പഠേ. ചിത്രം നോക്കി വാക്യം വായിച്ചു നോക്കി. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചു നോക്കാം. താലാബുമേം പാനി നെഹി ഹേ. താലാബുമേം കുളത്തിൽ, പാനി നെഹി ഹേ വെള്ളമില്ല. പേട് പർ പത്തേ നെഹി ഹേ മരത്തിൽ ഇലകളില്ല. പൗധേ പർ ഫൂൽ നെഹി ഹേ ചെടിയിൽ പൂക്കളില്ല. താലാബുമേം മച്ഛലി ഓർ മേഢക് നെഹി ഹേ. താലാബ് കുളത്തിൽ മീനുകളും തവളകളും ഇല്ല. ഓക്കെ, അപ്പം ഉള്ള ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്. നോക്കിയേ, ചിത്ര ദേക്കിയേ വാക്യ ബനായേ. ഇവിടെ എന്തൊക്കെ എഴുതാം നമുക്ക്? താലാബുമേ പാനി ഹേ. ഓക്കെ, കുളത്തിൽ വെള്ളമുണ്ടല്ലേ. പേട് പർ പത്തേ ഹേ മരത്തിൽ ഇലകളുണ്ട്. പൗധേ പർ ഫൂൽ ഹേ ചെടികളിൽ പൂക്കളുണ്ട്. താലാബുമേ മച്ഛലി ഓർ മേഢക് ഹേ കുളത്തിൽ മീനുകളും, അതായത് മീനും അതുപോലെ തവളയും ഉണ്ട്. ക്ലിയർ? അടുത്തത് രംഗ് ദേ പെഹചാനെ ലിഖേ. രംഗ് ദേ പെഹചാനെ ലിഖേ. ഇവയ്ക്ക് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുറേ പൂമ്പാറ്റകളും പൂക്കളും മീനുകളും പക്ഷികളും അതുപോലെ മാങ്ങ ഇവയൊക്കെ ഉണ്ടല്ലേ. ഇതിനൊക്കെ നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവ തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ചിടിയാം, ആം, മച്ചലിയാം, ഫൂൽ, തിത്തലിയാം. ഓക്കെ, ഇവിടെ എത്ര പക്ഷികളാണുള്ളത്? ചിടിയ എണ്ണി നോക്കിയേ, 1 2 3 4 5 6. 6 പക്ഷികളുണ്ട്. അതിന് നേരെ ചഹ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, 7ന് ഇവിടെ ആം എന്ന് വെച്ചാൽ മാങ്ങയാണ്. ഓക്കെ, 1 2 3 4 5 6 7. എത്ര മാങ്ങയാണുള്ളത്? 7 മാംഗോസ്. ഓക്കെ, അപ്പം ആമിന് 7 ഹിന്ദിയിൽ സാത്ത് എന്ന് പറയും. ഓക്കെ, അപ്പം 7 മാങ്ങയ്ക്ക് നേരെ സാത്ത് എന്ന് എഴുതണം. അതുപോലെ 8 മച്ചലികളാണുള്ളത്. 8ന് 8 എന്ന് പറയും. ഓക്കെ, അതുപോലെ 9 ഫൂലുണ്ട്, അതിന് 9 എന്ന് പറയും. 10 തിത്തലിയാമുണ്ട്, അപ്പം 10ന് 10 എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ശബ്ദ് ബനായേ. ശബ്ദങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. നിങ്ങൾ പഠിച്ച കുറേ വാക്കുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ധൂപ്പ് ഉണ്ട്, ധൂപ്പ്. ഓക്കെ, ബിസ്കുറ്റ്, വർഷ, ഗിൽഹരി, घर, धरती. ओके, मेंढक, झींगुर, चिड़िया. ഓക്കെ, അപ്പം അത് നിങ്ങൾ താഴെ ഇവിടെ എഴുതണം കണ്ടുപിടിച്ചിട്ട്. ക്ലിയർ ആണല്ലോ.